ദേവദാസന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. 18 വാക്യം പറയുന്നു, അങ്ങനെ യഹോവ തന്റെ ജനത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവമക്കളെല്ലാം ജാതികളുടെ ഇടയിൽ നമ്മൾ നിന്ദിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് പ്രധാന കാരണം നമ്മുടെ കുറവ് തന്നെയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവനാൽ അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരീക്ഷകൾ ചില വ്യക്തികൾക്ക് കടന്നുപോകും. അതല്ലാതെ മുഴുവനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. പല കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയണം. ഉപേക്ഷിച്ച് കളയണം. ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ച് കളയണം. അതല്ല എങ്കിൽ ദൈവത്തിന് നമ്മളോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിട്ടുകളയേണ്ടതെല്ലാം നമ്മൾ വിട്ടുകളയണം. ആമേൻ. ഹല്ലേലൂയ. അത് വിട്ടുകളയുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം അവൻ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 26 വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവില്ല. ആമേൻ. 27 പറയുന്നു, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തരമില്ല എന്ന് നിങ്ങൾ അറിയും. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്നറിയാമോ? ഈ ജനം യഹോവയെ കറക്റ്റായിട്ട് അറിഞ്ഞില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാം, ആദ്യം നമ്മളൊന്ന് അറിയണം നമ്മുടെ ദൈവം ആരാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് പോയി പറയാം. ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം നിശ്ചയമായി അറിയുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചയമായും ദൈവം ഈ അനുഗ്രഹങ്ങളെ നമുക്ക് തരും. അപ്പൊ തടസ്സം നിൽക്കുന്നതിനെല്ലാം ദൈവം മാറ്റിക്കളയും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിഷയങ്ങളെ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നമ്മൾ വെച്ചു കൊടുക്കണം. കർത്താവേ, ഈ വിഷയം ഞാൻ അവിടുത്തെ പാദപീഠത്തിൽ വെച്ചിരിക്കുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ഞാൻ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ സക്രിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. അവിടെ 10-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവയോട് പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കൾ ചെയ്യേണ്ടത്, ഇത് പിന്മഴയുടെ കാലമാണ്. നീ അനവധി വിഷയങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു, അനവധി വിഷയങ്ങൾക്ക് വേണ്ടി നീ കണ്ണുനീർ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കി. ആ കണ്ണുനീരിന് മറുപടി ലഭിച്ചില്ലല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലല്ലോ. കാരണം എന്താണെന്ന് അറിയാമോ? പിന്മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തു നിന്നില്ല. ഇന്ന് പലർക്കും ഇന്ന് വിതയ്ക്കണം, നാളെ എന്ത് ചെയ്യണം? കൊയ്യണം. അത് കിളിർക്കണമെന്ന് പോലും ചിന്തിക്കത്തില്ല. ഇന്ന് തന്നെ വിതയ്ക്കണം, നാളെ തന്നെ എന്ത് ചെയ്യണം? കൊയ്യണം. അത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ലോകപ്രകാരമായി തന്നെ അത് ശരിയല്ല. ആത്മീയ ജീവിതത്തിൽ ഒട്ടും ശരിയല്ല. നീ യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്യണം? കാത്തിരിക്കണം, കാത്തിരിക്കണം. ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്മഴയുടെ കാലം വരുമ്പോൾ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. അപ്പോൾ യഹോവ എന്ത് ചെയ്യും? യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നവനായ ദൈവം. ആ മിന്നൽ പിണർ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിതച്ചതായ വിത്തുകൾ കിളിർക്കാതിരിക്കുവാൻ തടസ്സം നിൽക്കുന്ന കാർ മേഘങ്ങളെ ചിതറിച്ച് കളയുവാൻ, അതെ പാറിച്ച് കളയുവാൻ അവൻ മിന്നൽ പിണറുകളെ അയക്കുന്നു. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും, ഏതാണ് നമ്മൾ നട്ടതെന്നല്ല, ഏത് വിഷയമെന്നല്ല, നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഏതുമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ഏത് വിഷയത്തിനും നമ്മുടെ കർത്താവ് ഇന്ന വിഷയത്തിന് മറുപടി തരുമെന്നല്ല, എല്ലാ വിഷയത്തിനും. വേദപുസ്തകം തന്നെയാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യം 5 വായിച്ച ഫിലിപ്പിയ ലേഖനം 6-ാം അധ്യായം
6-ാം അധ്യായം 5, 6, 7 ആണ്. 4-ാം അധ്യായം ഫിലിപ്പിയർ 4. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ആവശ്യമുള്ളവരാണ്, എല്ലാവരും ആവശ്യക്കാരാണ്. നമുക്കൊരു വിടുതൽ ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് ആവശ്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ വചനം വെച്ച് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വചനം പറയുന്നത് പോലെ പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിക്കാം. യഹോവ മിന്നൽ പിണറുകളെ ഉണ്ടാക്കുന്നുവല്ലോ, അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ മഴ അവൻ പെയ്യിച്ചു കൊടുക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായാലും ശരി, ഏത് കാര്യങ്ങളായാലും ശരി, അത് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ സർവശക്തനായ ദൈവം അതിനൊരു മറുപടി തരും. മറുപടി അവൻ നിശ്ചയം തരും. നമുക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഏത് വിഷയമാണ് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടേതായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. വ്യക്തിപരമായ ജീവിതമാകാം, ഒരുവേള നിങ്ങളുടേതായ ഫ്രണ്ട്സിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ജോലി മേഖലയ്ക്കായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ കടന്നു ചെല്ലുന്ന പല കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഏതൊരു വിഷയമാണെങ്കിലും ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി തരുവാൻ ശക്തനായ ഒരു ദൈവം ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന തടസ്സങ്ങളെയെല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ മിന്നൽ പിണറുകളെ അയച്ച് അവൻ മാറ്റിക്കളഞ്ഞു. എല്ലാ മേഘങ്ങളെയും ബാധിച്ചു കളഞ്ഞു, ഇതെല്ലാം മാറ്റിക്കളഞ്ഞു, തടസ്സങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞു. മുമ്പോട്ട് പോകാൻ കഴിയാവുന്ന തടസ്സമില്ല. എല്ലാ ഭയങ്ങളെയും, എല്ലാ ഭീതികളെയും, എല്ലാ മേഘങ്ങളെയും അവൻ മിന്നൽ പിണറയച്ച് മാറ്റിക്കഴിഞ്ഞു. എല്ലാം മാറ്റിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അനുഗ്രഹത്താൽ തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, അനുഗ്രഹ സമ്പത്താൽ അവരൊരു മഴ പെയ്യിച്ച് തന്റെ അവകാശത്തെ അവൻ തണുപ്പിച്ചു. അവൻ അതിലെ മുളയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഏത് വിഷയമാണെങ്കിലും പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം അറിയാം. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ പലരുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ വിഷയങ്ങൾ ഓർത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എതിർക്കുന്ന പ്രശ്നങ്ങൾ ഓർത്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പല കാരണങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കണ്ണുനീരോട് വിതച്ചതായ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വിതച്ചതായ പ്രാർത്ഥനാ വിഷയങ്ങൾ കണ്ണുനീരോടുകൂടെയല്ലേ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ആ വിഷയങ്ങൾക്കെല്ലാം ഇന്ന് മറുപടി നൽകണമേ, ഇന്ന് മറുപടി നൽകണമേ. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരുന്നുവല്ലോ. ഒരു ദിവസം, ആ ദിവസം ഇതാണ് കർത്താവേ, ആ ദിവസം ഇതാണ് കർത്താവേ. ഞങ്ങൾ നാപ്പോടെ കൊയ്യും, ഞങ്ങൾ നാപ്പോടെ കൊയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ കർത്താവേ. ആ രോഗികൾക്ക് രോഗബന്ധനങ്ങളെല്ലാം ഇന്ന് അഴിഞ്ഞു മാറട്ടെ. എല്ലാ രോഗികളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ കർത്താവേ. എല്ലാ രോഗികളുടെയും വലിയ ലിസ്റ്റുകളിൽ ഞങ്ങളുടെ മക്കളുണ്ട് കർത്താവേ. വലിയ ലിസ്റ്റുകളിൽ ഞങ്ങളുടെ മക്കളുണ്ട് കർത്താവേ. വിടുവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പിന്മഴയെ അയക്കണമേ അപ്പാ, പിന്മഴയെ അയക്കണമേ. അവകാശത്തെ തണുപ്പിക്കണമേ, തണുപ്പിക്കണമേ. ക്ഷീണിച്ചിരിക്കുന്നതിന്റെ അവകാശത്തെ തണുപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ പലതും, മക്കളുടെ പഠനത്തിന്റെ കാര്യങ്ങൾ, അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, പലരും സാമ്പത്തിക ഞെരുക്കത്തിലാണ് നമുക്കറിയാം. പലരും മടിയായി പോകുന്നവർക്ക് ക്ഷീണിച്ചു പോകുന്നു. ക്ഷീണിച്ചിരിക്കുന്ന തന്റെ അവകാശത്തെ ഇന്ന് തന്റെ പിന്മഴയെ അയച്ച് അവകാശങ്ങളെല്ലാം അവൻ തണുപ്പിക്കും. ഇന്ന് തന്നെ അവൻ തണുപ്പിക്കും. നമ്മുടെ ദൈവം ഇന്ന് തന്നെ തണുപ്പിക്കും. അതിന്റെ മേൽ വലിയൊരു വിടുതൽ നൽകി കഴിഞ്ഞു.
എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ദൈവമേ, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം സ്വർഗത്തിലെ ദൈവം മറുപടി തന്നു കഴിഞ്ഞു. തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. മറുപടി തന്നതിനാൽ സ്തോത്രം, 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 സ്തോത്രം. അപ്പച്ചാൻ മറുപടി തന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു അത്ഭുതം പ്രവർത്തിച്ചതിനാൽ സ്തോത്രം. കടന്നു വന്ന എന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. അപ്പാ എല്ലാവരെയും കർത്താവ് വിടുവിച്ചതിനാൽ സ്തോത്രം ചെയ്തു കർത്താവേ. അപ്പാ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചതിനാൽ സ്തോത്രം. മിന്നൽ പിന്നലുകളെ അയച്ച് തടസ്സങ്ങളെല്ലാം മാറ്റി അപ്പാ സ്തോത്രം. പിന്മഴയെ ഞങ്ങൾക്ക് നൽകി ക്ഷീണിച്ചിരിക്കുന്ന അവിടുത്തെ അവകാശത്തെ തണുപ്പിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മക്കൾ അപ്പാ സ്തോത്രം കർത്താവേ ഉത്സാഹത്തോടെ മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കണം. ആയിരിക്കുന്ന മേഖലകളിൽ, ജോലി മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ കടന്നു വരാത്തവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ആളുകളിൽ അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ കർത്താവേ സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമത്തിൽ കർത്താവേ വെള്ളിയാഴ്ച ദിവസം ആരാധിക്കുവാൻ തടസ്സം കൂടാതെ മക്കൾ കടന്നു വരട്ടെ കർത്താവേ. തടസ്സങ്ങളെല്ലാം മാറ്റണമേ കർത്താവേ. ചൂടിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവരുടെ ആവശ്യങ്ങൾ നൽകണമേ. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകിയതിനാൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെക്കേഷൻ ആയിരിക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ നാളുകളിൽ വെക്കേഷന് വേണ്ടി ആവശ്യത്തോട് കാത്തിരിക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹത്തോട് നടത്തി കൊടുക്കണമേ. തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാതെ മുമ്പോട്ട് പോകുവാൻ തന്റെ മക്കളെ വചനം സ്വീകരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നാനപ്പെടാത്തവരെല്ലാം സ്നാനപ്പെടുക കർത്താവേ. അപ്പോൾ വചനം ഏറ്റുകൊള്ളാൻ തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരുന്നാളുകളിൽ കർത്താവേ അടിയങ്ങളോട് അനേകർ കടന്നു വന്ന് ആരാധിക്കുവാൻ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേകം ഞങ്ങളുടെ ബന്ധുക്കളുണ്ട് കർത്താവേ. ചാർച്ചക്കാരുണ്ട് കർത്താവേ. ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട് കർത്താവേ. ഞങ്ങളുടെ പരിചയക്കാരുണ്ട് കർത്താവേ. എല്ലാവരും കടന്നു വന്ന് അവിടുത്തെ നാമത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്നത് നല്ലതെന്ന് പറയത്തക്കവണ്ണം എന്റെ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നെമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ വഴിയിൽ അവർക്ക് സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവരെ കാത്തു പരിപാലിക്കണമേ. ദുഷ്ടൻ തൊടാതെ വണ്ണം കർത്താവേ എന്റെ മക്കളെ തങ്കച്ചിറകിൽ മറച്ചുകൊള്ളണമേ. കരങ്ങളിൽ ഒരിക്കൽ കൂടി അവിടുത്തെ വരവ് താമസിക്കുമെങ്കിൽ വീണ്ടും അടിയങ്ങൾ ഒരുമിച്ച് കാണുകയും അവിടുത്തെ കൃപയിൽ മറയ്ക്കണമേ. അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടുവല്ലോ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെ ഭൂമിയന്മാരോട് എല്ലാ വിശുദ്ധന്മാരോടും കൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തിന്റെ കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. കർത്താവ് യേശുവേ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.